വലത്തെ ചെവിയിൽ ബാങ്ക് വിളിച്ചു, ഇടത്തെ ചെവിയിൽ ഇഖാമത്ത് കൊടുത്തു. എന്റെ പ്രിയമുള്ളവരെ, എന്തിനു വേണ്ടി എന്നറിയുമോ? എന്തിനു വേണ്ടിയാണ് ഈ സദസ്സിലിരിക്കുന്ന ഓരോ മനുഷ്യന്റെയും ചെവിയിൽ ബാങ്കും കൊടുത്തു, ഇഖാമത്തും കൊടുത്തു. പക്ഷേ ഇന്ന് വരെ നിസ്കരിച്ചിട്ടില്ല. നേരത്തെ ബാങ്കും ഇഖാമത്തും കൊടുത്തു വച്ചിരിക്കുകയാണ്. ഇതുവരെ ആ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും നിസ്കാരം നടന്നിട്ടില്ല. ആ നിസ്കാരം നടക്കുന്നത് എപ്പോഴും ആ നിസ്കാരം നടക്കുന്നത് എപ്പോഴും അറിയുവോ? എന്റെ പ്രിയമുള്ളവരെ, 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് അല്ലാ ഇവിടത്തെ പള്ളിക്കകത്ത് നിന്റെ ജനാസ കൊണ്ടുവെക്കുമല്ലോ. അന്ന് ബാങ്ക് വിളിക്കൂല, അന്ന് ഇഖാമത്ത് കൊടുക്കൂല. എന്റെ പ്രിയമുള്ളവരെ, അതിനുള്ള വിളി നേരത്തെ വിളിച്ചു വെച്ചിരിക്കുകയാ. അതിനുപോലെ സമയമില്ല. നിന്റെ മയ്യത്ത് കൊണ്ടുവരുമ്പോ ബാങ്ക് വിളിക്കാനും ഇഖാമത്ത് കൊടുക്കാൻ പോലെ സമയമില്ല. എല്ലാം നേരത്തെ വെച്ചിരിക്കുകയാണ്. ഇനി ഇമാമ് കയറി നിന്നാ മതി. നമുക്ക് അഹങ്കരിക്കാം. നമുക്ക് വലിയവനാണെന്ന് പറയാൻ എന്ത് അവകാശമാവുള്ളത്? നമ്മൾ ആരെന്നറിയുവോ? പടച്ചവനെ, ബാങ്കും ഇഖാമത്തും കൊടുത്ത് ഇനി കുളിപ്പിച്ചുകൊണ്ട് പള്ളിക്കകത്ത് വെച്ച് ഇമാമത്ത് കയറി നിൽക്കാനുള്ള സമയം മാത്രം ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ജീവിക്കാൻ അവകാശമുള്ളവരാ ഞാനും നിങ്ങളും. നമുക്കെങ്ങനെയാ പടച്ചറപ്പിനെ മരിച്ചിരിക്കുന്ന ഉമ്മ, ഒരുപാട് സന്തോഷിക്കുന്ന പെങ്ങളെ, ഇങ്ങനെ ദുനിയാവിന്റെ മുകളിലൂടെ ഭാര്യയുടെ കൂടെ, മക്കളുടെ കൂടെ, കൂടപ്പറപ്പുകളുടെ കൂടെ, കൂട്ടുകാരുടെ കൂടെ ഇങ്ങനെ ആസ്വദിച്ച് നടക്കുന്ന വാപ്പമാരെ, ഇടയ്ക്കിടയ്ക്ക് കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കണേ. എന്തിനെന്നറിയുമോ? ആ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാറുണ്ടല്ലോ, നിന്റെ കാലിന്റെ തൊലിയോട് എത്ര അടുത്ത് കിടക്കുന്നു. ഇതുപോലെ മരണം നിന്റെ കൂടെയുണ്ടെന്ന് മഹാന്മാര് പറഞ്ഞു തരുമ്പോ എപ്പോഴെവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല, ഏത് രീതിയിലാണ് വരുന്നതെന്നറിയില്ല. എല്ലാം അല്ലാഹു ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുമ്പോഴേ തീരുമാനിച്ചതാ. ഞാൻ എന്റെ ഉമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോ അതാ മലക്ക് വന്ന് എഴുതി വെച്ചു, എത്രാമത്തെ വയസ്സിൽ ഇന്ന സ്ഥലത്ത് കിടന്ന് ഇങ്ങനെ മരിക്കും. ആ മരിക്കുന്ന സമയത്ത് മുസ്ലിമായിട്ടാണോ മുനാഫിക്കായിട്ടാണോ? ഞാൻ എങ്ങനെയാണ്? ഒരു പുതിയ തുണിക്കകത്ത് നമ്മളെ പൊതിയും, എന്നിട്ട് എല്ലാവരും കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ടു പോകുന്നത് പോലെ മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. പോകുന്ന സമയത്ത് വീടിനകത്ത് വല്ലാത്ത നിലവിളിയാ. ഏത് കരയാത്തവനും കരയുമല്ലോ. ഉപ്പാനെ കൊണ്ടുപോകല്ലേ, എന്റെ ഉമ്മാനെ കൊണ്ടുപോകല്ലേ, എന്റെ കൂടപ്പറപ്പിനെ കൊണ്ടുപോകല്ലേ. സമവിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടു പോന്നോ കാണലെന്നാ പൊന്നേ. അല്ലയാ പറയുന്നത് മുടക്കല്ലേ പെങ്ങള്. നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. അത് തമാശയല്ല, കളിയല്ല. 5 നേരം നിസ്കരിച്ച വൽആഖിബത്തു ലിത്തഖ്വാ, അല്ലാഹു നല്ല മരണം തരുമെന്ന് ഖുർആൻ. സത്യം പറഞ്ഞ ഉമ്മ ജീവിച്ചിരിക്കുമ്പോ മരിക്കണം. ഉമ്മ ജീവിച്ചിരിക്കുന്ന സമയത്ത് മരിക്കണോടോ? ഒരു ഉമ്മയുടെ ദുആയെക്കാളും വലുതൊന്നും കിട്ടാനില്ലല്ലോ. സ്വന്തം മകന്റെ മയ്യത്ത് കാണുമ്പോ നെഞ്ചു പൊട്ടിയിട്ടൊരു ഉമ്മ പറയുകയാ, അല്ലാ എൻ്റെ മോന് സ്വർഗം കൊടുക്കണേന്ന്. ആ ദുആ അല്ലാഹു ഒരിക്കലും തട്ടിമാറ്റൂലല്ലോ. അല്ലാഹു പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് നമ്മളെയൊക്കെ കാക്കുമാറാകട്ടെ.
നമ്മുടെ കുടുംബങ്ങളിൽ മരണപ്പെട്ടു പോയവരുടെ ഖബറിടങ്ങൾ അല്ലാഹു വിശാലമാക്കും. ജീവിതത്തിൽ നന്മകളൊന്നുമില്ലാത്തവരെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടോ നമ്മുടെ കയ്യിൽ? ഈ ഫഅദ് പറയുന്ന ഞാൻ ഇന്ന് രാത്രി മരിച്ചാൽ രക്ഷപ്പെടാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ ഒന്നും എൻ്റെ കയ്യിലില്ല. നിങ്ങളുടെ അവസ്ഥ അത് തന്നെയാണ്.